സംഘപരിവാർ ആക്രമണത്തെ എടുത്തു കഴിഞ്ഞാൽ അത് തീർത്തും അർത്ഥശൂന്യമായ സാഹിത്യം എന്താണ്, എം ടി എന്താണ് എന്നൊന്നും മനസ്സിലാക്കാത്ത ഒരു ആരോപണം മാത്രമാണ്. അവരുടെ അടിസ്ഥാനമേ വേറെയാണ്. അവർ എല്ലാ കാര്യങ്ങളെയും കാണുന്നത് തന്നെ ഈ വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ എം ടി വാസുദേവൻ നായരെ എന്നല്ല, ഈ നാട്ടിലെ മനുഷ്യരായ ഏത് മനുഷ്യരെ അവർക്ക് നോക്കിയാലും പ്രശ്നങ്ങൾ തോന്നും. അവർക്കാകെ അവർക്ക് മാത്രമേ പ്രശ്നമില്ലെന്ന് തോന്നുള്ളൂ. അത് വർഗീയത വേണം. ഈ വർഗീയതയുമായി ഒരാൾ ജീവിക്കുന്നെങ്കിൽ അയാൾക്ക് യാതൊരു പ്രശ്നമില്ല. ബാക്കി ലോകത്തുള്ള എല്ലാവരും പ്രശ്നക്കാരാണ്. അപ്പം നിരന്തരം മനുഷ്യത്വത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന, എഴുതിക്കൊണ്ടിരുന്ന എം ടി വാസുദേവൻ നായർ അവർക്കൊരു പ്രശ്നമാണ്. മാത്രമല്ല, എം ടി എതിർക്കാൻ അവർക്ക് അവരുടേതായ കുറേ സ്ഥിരം ന്യായങ്ങളുണ്ട്. നിർമാല്യം സിനിമയിൽ വെളിച്ചപ്പാടിൻ്റെ വിഗ്രഹത്തിന് മുകളിൽ തുപ്പിയ സംഭവം, ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. അതിലൊന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് എം ടി പറഞ്ഞതെന്നോ ആധുനികതയിലേക്കുള്ള കേരളത്തിൻ്റെ മാറ്റത്തെ എങ്ങനെ അടയാളപ്പെടുത്തുന്നുവെന്നോ ഇവർ തിരിച്ചറിയുന്നത് പോലുമില്ല. നിർമാല്യം എന്ന സിനിമ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക യുഗസന്ധിയെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. മലയാള സിനിമയുടെയും ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു കാലമാണ് നിർമാല്യം മുതലുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പം നിർമാല്യം എന്ന സിനിമയിലാണെങ്കിലും അതിനോടൊപ്പം തന്നെ അക്കാലത്ത് അനേകം എം ടി കഥകളിലാണെങ്കിലും തുടർച്ചയായി കാണാവുന്നൊരു പ്രമേയമാണ് കടുത്ത ജീവിത സംഘർഷത്തിൽ അകപ്പെടുന്ന മനുഷ്യർ. അത് ഒന്നുകിൽ പഴയ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഒരു മങ്ങിയ വെളിച്ചം മാത്രമുള്ള, ഒരു സാന്ധ്യ വെളിച്ചം മാത്രമുള്ള ഒരു സാമൂഹ്യാവസ്ഥ, ഫ്യൂഡൽ ഘട്ടത്തിൽ നിന്ന് മറ്റൊരു മുതലാളിത്തത്തിൻ്റെ വേറൊരു ഘട്ടത്തിലേക്കുള്ള കേരള സമൂഹത്തിൻ്റെ പരിണാമം, ആധുനികത, മോഡേണിറ്റിയുടെ ഒരു പുതിയ കാലം കേരളത്തിൽ പിറക്കുന്നത്, ആ സംഘർഷത്തിൽപ്പെടുന്ന മനുഷ്യർ. ആ സംഘർഷത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവരുടെ ഭൗതികമായ പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ, ഇവയുടെ എല്ലാം മുന്നിൽ അവരെങ്ങനെയാണ് അവിടുത്തെ ദൈവതത്തെ കാണുന്നത്. ഇപ്പം നിർമാല്യത്തിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്ര പ്രമേയം അവിടെയാണ് നിൽക്കുന്നത്. അതിനകത്ത് അക്കാലം മുതലേ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രമൊക്കെ നമ്മൾ അതിനകത്ത് കാണും. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് തൊഴിലില്ലായ്മ കടന്നു വരുന്നതൊക്കെ കാണും. അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ആ നാട്ടിലെ ദേവിയും ആ ദേവിയുമായിട്ടുള്ള വെളിച്ചപ്പാടിൻ്റെ ബന്ധവും, എന്നാൽ ഈ മുഴുവൻ ഭക്തിക്കും പ്രാധാന്യം ഇല്ലാതാക്കപ്പെടുന്ന നിലയ്ക്കുള്ള സാമൂഹ്യ മാറ്റത്തിനു മുന്നിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ തോതിൽ തകർച്ച നേരിടുമ്പോൾ പോയിട്ട് ദേവിയുടെ മുന്നിലുള്ള ഈ വെളിച്ചപ്പാടിൻ്റെ പ്രകടനമാണ്. ഇതിനെ ചരിത്ര സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എം ടിയുടെ നിർമാല്യത്തെ അടയാളപ്പെടുത്താൻ പറ്റുക. അതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു കെൽപ്പുമില്ലാത്ത ആളുകളാണ് കേരളത്തിൽ. അങ്ങനെ എന്തെങ്കിലും കെൽപ്പുണ്ടെങ്കിൽ നമ്മൾ അവരെ സംഘി എന്ന് വിളിക്കില്ലല്ലോ. സംഘി അങ്ങനെ അതാണല്ലോ എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെ, ഈ വിവരമില്ലായ്മ ആയിരിക്കുന്നത് കൊണ്ട് അവരത് പറയുന്നു. പിന്നീട് എം ടിയുടെ ജീവിതത്തിലുടനീളം എടുത്ത നിലപാടുകളും അവർക്ക് പ്രശ്നമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കരുതാറുണ്ട് എം ടിയുടെ സാഹിത്യത്തോളമോ അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സേവനമാണ് എം ടി തുഞ്ചൻ പറമ്പ് ഈ നിലയ്ക്ക് നിലനിർത്തി എന്നത്. കാരണം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 3 സാഹിത്യകാരന്മാർ, അതായത് നമ്മുടെ മലയാള ഭാഷയുടെ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലരായ 3 പേർ ജനിച്ച ജില്ലയാണ് മലപ്പുറം. ഈ ഉത്തരാഹരായ പഴയ സംസ്കൃത കവികളിൽ നിന്ന് ശേഷം സംസ്കൃത സാഹിത്യം കണ്ട ഏറ്റവും മികച്ച കൃതികളിലൊന്നാണ് നാരായണീയം. നാരായണ എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ജനിച്ചത് മലപ്പുറത്താണ്. മലയാള ഭാഷയുടെ പിതാവും മാതാവും ഒന്നും ഇന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പാരഡൈം ഷിഫ്റ്റിന് തന്നെ വിധേയമാക്കപ്പെട്ട കൃതികളാണ് അധ്യാത്മരാമായണവും മഹാഭാരതവും ഒക്കെ. അത് എഴുതിയിട്ടുള്ള ഈ ഇതിഹാസങ്ങളെല്ലാം മലയാളത്തിൽ എഴുതിയിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചതും മലപ്പുറത്താണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ മഹാകവി എന്ന് വിശേഷിപ്പിക്കാവുന്ന, പേർഷ്യൻ മുതൽ സംസ്കൃതം വരെയുള്ള ഭാഷകളിൽ പണ്ഡിതനായിരുന്ന, അറബി മലയാളത്തിൽ സാഹിത്യം എഴുതിയ മോയിൻകുട്ടി വൈദ്യർ ജനിച്ചതും മലപ്പുറത്താണ്. ഈ മലപ്പുറം ജില്ലയാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രശ്നബാധിത ജില്ല എന്ന് പറയുന്ന ഒരൊറ്റ സമൂഹമേ ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ളൂ. അവർ സംഘികളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും കൃത്യമായി അവർക്ക് അക്വയർ ചെയ്യാവുന്ന ഒരു സാഹിത്യകാരനായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. രാമായണം മലയാളത്തിൽ എഴുതിയ, അധ്യാത്മരാമായണം എഴുതിയ ആളാണ്. മഹാഭാരതം എഴുതിയ ആളാണ്. രാമനെ വളരെ ഭക്തിപ്രധാനമായി അവതരിപ്പിച്ച ആളാണ്. മൊത്തത്തിൽ രാമായണത്തെ, ഇപ്പോൾ രാമായണ പാരായണത്തെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്നൊരു സംഘപരിവാർ കളിയുണ്ടല്ലോ, അതിനോടൊപ്പം അവരുടെ ഒരാളാക്കി മാറ്റാവുന്ന ഒരാൾ ആയിരുന്നു അവർക്ക് വേണമെങ്കിൽ എഴുത്തച്ഛൻ അതിന് വിട്ടുകൊടുക്കാതെ, എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പിനെ ഒരു സെക്കുലർ ഇടമാക്കി നിലനിർത്തി
ലോകത്തിലെമ്പാടുമുള്ള ഏറ്റവും മികച്ച സാഹിത്യകാരന്മാരെ, ഏറ്റവും വലിയ ഇന്ത്യൻ സാഹിത്യകാരന്മാരെ, മഹാശ്വേതാദേവി, എത്ര വലിയ സാഹിത്യകാരന്മാർ മുഴുവൻ, UR അനന്തമൂർത്തി എല്ലാം വരുന്ന വലിയ സാഹിത്യ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് തുഞ്ചൻ പറമ്പിനെ ഒരു ഒരു സെക്കുലർ ഇടം, ഒരു മതനിരപേക്ഷ ഇടമാക്കി നിലനിർത്തിയതിൽ MT വാസുദേവൻ നായരുടെ പങ്കെന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് അവിടെ മലയാളം യൂണിവേഴ്സിറ്റിയിലേക്ക് അത് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രശ്നമാണ്. സമൂഹം എത്ര കണ്ട് വർഗീയമായി നിലനിൽക്കുന്നോ അതാണ് അവർക്ക് ഗുണകരം. അപ്പോൾ ആ വിമർശനത്തെ അങ്ങനെ കാണാനുള്ളൂ. രണ്ടാമത്തെ വിമർശനം ആ നിലയ്ക്ക് കാണേണ്ട ഒരു കാര്യമല്ല. MTയുടെ സാഹിത്യത്തിലെ സവർണത തീർച്ചയായിട്ടും പറയുന്നതിൻ്റെ ഒരു ഭാഗത്തിൽ ശരിയുണ്ട്. അതായത് MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പേരിൽ കാണുന്ന നായർ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതിലപ്പുറം ആ കാലത്തെ മലയാള സാഹിത്യത്തിൽ പലയിടത്തും കാണാവുന്ന സവർണ പ്രമേയങ്ങൾ പലതും MT എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ MTയിൽ കാണുന്ന ഒരു പ്രത്യേകത, ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു വലിയ MT ഫാൻ അല്ല. സാഹിത്യത്തിൽ എൻ്റെ പ്രിയങ്കരനായ ആ കാലത്തെ എഴുത്തുകാരുടെ പട്ടികയിൽ MT ആദ്യ നിരയിൽ വരില്ല. ഇപ്പോൾ OV വിജയൻ്റെ സാഹിത്യത്തോടുള്ള ഒരു സ്നേഹം, VKൻ്റെ സാഹിത്യത്തോടുള്ള ഒരു സ്നേഹം ആ അളവിൽ എനിക്ക് MTയുടെ സാഹിത്യത്തോട് നിലനിർത്താനാവാത്ത ഒരാളാണ്. അത് ആദ്യമേ ഞാൻ പറയേണ്ടതുണ്ട്. പക്ഷേ MT വാസുദേവൻ നായർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾക്കകത്ത് അദ്ദേഹം ജനിച്ചു വളർന്നത് കൂടല്ലൂരാണെന്നേ. കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, കൊടിക്കുന്നൽ ഭഗവതി എന്ന് പറയുന്ന അവിടുത്തെ ഭഗവതി, അവിടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മധ്യവർഗ ജീവിതം, ആ മധ്യവർഗ ജീവിതത്തിനകത്തെ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോടൊപ്പം തന്നെ വന്നിരിക്കുന്ന ഈ ആധുനികതയുടെ പരിണാമം, ആ കുടുംബ പശ്ചാത്തലം, അതിനകത്ത് ഓപ്പോളും മാമയും ഒക്കെ നിലനിൽക്കുന്ന, അമ്മാവന്മാരുടെ ഭരണവും മരുമക്കത്തായവും മാതൃദായ ക്രമവും നിലനിൽക്കുന്ന പഴയ നായർ കുടുംബ സെറ്റപ്പ്, ഇതിനെ മുൻനിർത്തിക്കൊണ്ടല്ലാതെ അദ്ദേഹം എങ്ങനെ സാഹിത്യം എഴുതും? കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതമാണത്. അദ്ദേഹത്തിന് സക്കറി എഴുതുന്ന ഭാഷയിലോ CV രാമൻപിള്ള എഴുതുന്ന ഭാഷയിലോ ഒന്നും എഴുതാനാവില്ല. ഇവരെല്ലാം വലിയ സാഹിത്യം, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വേറെ നാടുകളിലാണ്. അവരെല്ലാം ചെയ്തത് എന്താ? അവരവരുടെ നാടുകളെ മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ സാഹിത്യത്തെ അവർ നിർമ്മിച്ചെടുത്തത്. മലയാളത്തിലെ ആദ്യത്തെ പ്രധാന നോവലിസ്റ്റ് CV രാമൻപിള്ളയാണ്. CV രാമൻപിള്ളയുടെ നോവലുകളിൽ നമ്മൾ കാണുന്നത് അക്കാലത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രാഖ്യായികയാണ് ആ പുസ്തകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ MT എഴുതിയത് MTക്ക് നേരിട്ട് അനുഭവമുള്ള പശ്ചാത്തലമാണ്. ഇതൊന്ന്. രണ്ട്, MT സാഹിത്യത്തിനകത്ത് നമ്മൾ പരിശോധിച്ചാൽ MT വളരെ ബൃഹത്തായി ഒരുപാട് കൃതികൾ എഴുതിയതാണ്. മുഴുവൻ കാര്യങ്ങൾക്കും അകത്ത് നിന്ന് ഞാനിപ്പോൾ ഈ പറയുന്ന വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി 1-2 വരികൾ കണ്ടെത്താൻ പറ്റുമായിരിക്കും. പൊതുവെ ഒരു നായർ കാനോനീകരണം, നായർ വാഴ്ത്തുപാട്ട് MT എഴുതിയതായിട്ട് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഒരു ജാതി സമൂഹത്തെയും പ്രത്യേകമായി വാഴ്ത്തുകയോ ജാതി ചാതുർവർണ്ണ്യത്തെ, അതിനകത്തെ സവർണ പശ്ചാത്തലത്തെ, സവർണശീലങ്ങളെ, ഇതിനെയൊക്കെ MT വാഴ്ത്തുകയോ ഒന്നും ചെയ്തതായിട്ട് ഒരു കൃതിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. MTയുടെ പശ്ചാത്തലമാണ് MT എഴുതുന്നത്. പക്ഷെ ആ പശ്ചാത്തലമാണ് ഏറ്റവും മഹത്തരമെന്നും അതിന് താഴെയുള്ള മനുഷ്യർ മുഴുവൻ നീചരാണ് എന്ന് വെച്ചാൽ താഴ്ന്നവരാണ് എന്ന നിലയ്ക്കുള്ളൊരു ഒരു പ്രമേയം MT ഒരിക്കലും കൈകാര്യം ചെയ്തിട്ടില്ല. അതേസമയം സമാന്തരമായി അക്കാലത്ത് തന്നെയുള്ള ആധുനികതയുടെ വളരെ കൂടുതൽ MTയേക്കാൾ കൂടുതൽ സവർണ പേരൊന്നും കേൾക്കാത്ത കൊട്ടിഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരികളും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിരവധി സവർണ പ്രമേയങ്ങൾ കാണുകയും ചെയ്യാം. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. ആ രീതിയിൽ ചിന്തിച്ചാൽ മാധവിക്കുട്ടി ഞാൻ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരി. പക്ഷേ മാധവിക്കുട്ടിയുടെ പ്രമേയങ്ങൾ നോക്കൂ. മാധവിക്കുട്ടിയുടെ പലതിനകത്ത് നമുക്ക് കൃത്യമായ ഈ പറയുന്ന താഴ്ന്ന ജാതി എന്ന നിലയ്ക്ക് അവർ കാണുന്ന തരത്തിലുള്ള അവരോടുള്ള അവേർഷൻ, മാറ്റി നിർത്തലൊക്കെ നമുക്ക് സാഹിത്യത്തിൽ കാണാൻ പറ്റും. ഇതൊന്നും നമുക്ക് MTയിൽ കാണാനാവില്ല. MTയുടെ പശ്ചാത്തലമാണ് MT എഴുതുന്നത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചന്തു, രണ്ടാമൂഴം ഒക്കെ ചിന്തിച്ചു നോക്കൂ. ഇതിനകത്തൊക്കെ ഈ പരിത്യക്തനാകുന്ന, അവഗണിക്കപ്പെടുന്ന ഒരു നായക സ്വരൂപം ഉണ്ടായിരിക്കും. അത് ആധുനികതയുടെ കാലത്തെ മധ്യവർഗ പുരുഷനാണ്. എന്തൊക്കെ കഴിവുകളുണ്ടെങ്കിലും ഞാൻ പുറന്തള്ളപ്പെടുന്നു എന്ന അവസ്ഥയിലുള്ള അപകർഷത കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലുടനീളം നമുക്ക് പല നിലയ്ക്ക് കാണാൻ പറ്റും. പക്ഷെ അവയൊക്കെ സവർണം എന്ന നിലയ്ക്ക് മാത്രം MTയെ വിലയിരുത്തണം എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം MT ഇല്ലാതാവുന്നതോടുകൂടി സത്യത്തിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലെ ഈ വലിയ
കൊളോസിസുകളുടെ കാലം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അങ്ങനത്തെ സാഹിത്യകാരന്മാർ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ നമ്മൾ ആളെല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ, ഉറൂബ്, തകഴി ശിവശങ്കരപ്പിള്ള, എസ് കെ പൊറ്റേക്കാട്, അങ്ങനെ ഒ വി വിജയൻ, ആ ഒരു നിരയിൽ എം ടി വാസുദേവൻ നായർ കൂടി ഇല്ലാതാവുന്നതോട് കൂടിയിട്ട് അത്തരം വലിയ മഹാസാഹിത്യ രൂപങ്ങൾ എന്ന് പറയുന്നത് ഇല്ലാതാവുകയാണ്. അവരൊരു പക്ഷേ ഒരു കാലത്തിൻ്റെ മുഴുവൻ ഒരു ഒരു വലിയ ചിത്രമാണ്. ലിറ്ററേച്ചർ ഈസ് എ കൾച്ചറൽ ഫോസിൽ എന്ന് പറയുമല്ലോ. കുറേ കാലം കഴിഞ്ഞാൽ അതൊരു കൾച്ചറൽ ഫോസിലായിട്ട് നിൽക്കും. അത് ഒരു കാലത്തെ സാംസ്കാരികതയുടെ ഒരു ഭൂപടം നമുക്ക് ആ കൃതികളിൽ കാണാൻ പറ്റും. അപ്പോൾ തകഴിയുടെ കൃതികൾ വായിക്കുമ്പോൾ ഒരു കാലമാണ് അതിനകത്ത് നമുക്ക് തെളിയുന്നത്. അതുപോലെ എം ടിയുടെ കൃതികൾ കുറേ കാലം കഴിഞ്ഞ് വായിക്കുമ്പോൾ എം ടിയുടെ സാഹിത്യത്തിൻ്റെ മുന്നിൽ നിന്ന് ചിന്തിച്ചാൽ ആ കൃതികൾ എത്ര മഹത്തരമാണെന്നുള്ളത് അല്ല പ്രധാനപ്പെട്ട കാര്യം. ആ കൃതികൾക്കകത്ത് ഒരു കാലത്തെ മാറിയ കേരളത്തിൻ്റെ ഒരു ചിത്രമുണ്ട്, ഒരു സാമൂഹ്യ ചിത്രമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ എം ടി അന്തരിച്ച സമയത്ത് എഴുതിയൊരു വാചകം, സംഗീതത്തിൽ ശ്രുതി പോലെ മലയാളത്തിൻ്റെ ആധുനികതയുടെ കാലത്തിൽ ലയിച്ചു ചേർന്ന ഒരു സാഹിത്യകാരനാണ് യഥാർത്ഥത്തിൽ. എം ടി എഴുത്തുകാരനാണ് എന്നത്, എം ടി എന്ന വാക്ക് തന്നെ മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നറിയാത്ത വാക്കായി കേരളത്തിൽ മാറിയതാണ്. അത്ര കണ്ട് നമ്മളിൽ ഉപ്പുപോലെ ലയിച്ചു ചേർന്ന ഒരു സാഹിത്യകാരൻ ഇല്ലാതായി. അതിനൊരു വലിയ കാലത്തിൻ്റെ ചിത്രം അയാളുടെ സാഹിത്യത്തിലുണ്ട്. അതിനകത്തെ സവർണതയെ വിമർശിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് എം ടി വിമർശനാതീതനൊന്നുമല്ല. എം ടി ജീവിച്ചിരുന്ന കാലത്തും അനവധി വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. പലരും എം ടിയെ വിമർശിച്ചിട്ടുണ്ട്. അത് തെറ്റുമല്ല. എം ടിയെ വിമർശിക്കുന്നത് പിന്നെ മരിച്ചാലുടനെ ആളുകളെ ബഹുമാനിക്കണം എന്ന് കരുതുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല. വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ വിമർശനത്തിന് ഒരുതരം നമ്മുടെ കയ്യിലൊരു താക്കോലുണ്ട്. ആ ഒരു താക്കോലിട്ട് നമ്മളെല്ലാ പൂട്ടും തുറക്കും. എൻ്റെ കയ്യിൽ ഒരു കണ്ണടയുണ്ട്. ആ കണ്ണടയ്ക്ക് ഒരു കളറാണ്, അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ ആ നിറമാണ് എന്നൊക്കെ നിലയ്ക്ക് വിലയിരുത്തപ്പെടേണ്ട ഒരാളാണോ എം ടി വാസുദേവൻ നായരെ പോലൊരു സാഹിത്യകാരനെന്ന് അത്തരം വിമർശനം ഉന്നയിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും ഈ രണ്ട് വിമർശനവും രണ്ട് തരത്തിൽ കണ്ടതാണ്. ഒന്ന് വിവരമില്ലായ്മയുടെ ഊക്ക് മാത്രമാണ്, മറ്റേത് അതല്ല. അതിനകത്ത് ചില പ്രമേയങ്ങളുണ്ട്, അവയോട് എൻഗേജ് ചെയ്യാം, അത് കേരളത്തിൽ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും അതാണ് പ്രധാനം. തകഴി ശിവശങ്കരപ്പിള്ള രൂപപ്പെട്ട് വരുന്നതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. തകഴി ആദ്യം എഴുതുന്ന ഒരു കൃതി കടത്തു തോണി എന്നോ മറ്റൊരു സാധനമാണ്. കടത്തു തോണി എന്ന തകഴിയുടെ കൃതി ഇന്ന് വായിച്ചവർ തന്നെ ഉണ്ടാവില്ല. കടത്തു തോണി എന്നോ കടവ് കടന്നു പോയി. ചെമ്മീൻ മുതൽ ഇങ്ങോട്ടുള്ള ഇപ്പം ബിജു പറഞ്ഞിരിക്കുന്ന ഏണിപ്പടികളാവട്ടെ, കയറാകട്ടെ, അതൊക്കെയാണ് തോട്ടിയുടെ മകന് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അക്കാലത്തെ കേരളത്തിൽ ജീവിച്ചിരുന്ന വളരെ ഉൽപ്പതിഷ്ണുവായ ഒരു ബുദ്ധിജീവിയുടെ പ്രവർത്തനമുണ്ട്. കേസരിയുടെ സാഹിത്യത്തെ നമുക്ക് പല മട്ടിൽ വിമർശിക്കാം. ആ വിമർശനമൊക്കെ സാധുള്ളതുമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രബോധം, ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ ആധുനിക ചരിത്രബോധം വെച്ച് ചിന്തിച്ചാൽ പലതും തമാശകളായി വരെ തോന്നും. പക്ഷേ കേസരി വളരെ മുൻപേ പറഞ്ഞൊരു പക്ഷിയാണ് കേരളത്തിൽ. കേസരി കേരളത്തിലെ സാഹിത്യത്തെക്കുറിച്ച്, സാഹിത്യത്തിൻ്റെ യാത്രയെക്കുറിച്ചൊക്കെ കണ്ട കാര്യങ്ങളുണ്ടല്ലോ. എടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിത വായിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നെഴുതി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എടപ്പള്ളി ആത്മഹത്യ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തകഴി ശിവശങ്കരപ്പിള്ള വരുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോയിൻ്റ് അതാണ്. ഈ പഴയ കടത്തു തോണിയിൽ നിന്ന് അദ്ദേഹം ചെമ്മീനിലെത്തുന്നത്. കടപ്പുറത്തെ മനുഷ്യരുടെ പ്രണയം, കറുത്തമ്മയുടെ പ്രണയത്തെ പറ്റി എഴുതുന്ന ആളായിട്ട് തകഴി മാറുന്നത്. ആ കാലം കേരളത്തിൻ്റെ വളരെ വലിയ സാമൂഹ്യ മാറ്റങ്ങൾ കിളച്ചു മറിച്ച ഒരു കാലമാണ്. നമ്മുടെ സമൂഹം മൊത്തം ഉഴുതുമറിക്കപ്പെട്ടൊരു കാലത്തിലാണ് തകഴിയുടെ ജീവിതം ഉണ്ടാവുന്നത്. ആ ജീവിതത്തിനോട് പ്രതിസ്പന്ദിക്കാതെ തകഴിയെപ്പോലെ കർഷകനായ കുട്ടനാട്ടുകാരനായ ഒരു സാഹിത്യകാരന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. അത് തകഴി അതിനോട് ഗംഭീരമായി എൻഗേജ് ചെയ്യുന്നു ആ ചരിത്രഘട്ടത്തെ. അതിൻ്റെ ഏറ്റവും ഞാൻ കരുതാറുള്ളത് ഏണിപ്പടികൾ എന്നുള്ള നോവലൊക്കെ അതിൻ്റെ ഒരു എപ്പിക്കാണ്. എം ടി ജീവിച്ചത് അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലല്ല. എം ടിയുടെ കാലവും ആ തകഴിയുടെ പോലത്തെ ഒരു പീരീഡല്ല. അതിപ്പോൾ നമ്മൾ ബഷീറിലും മറ്റൊരു നിലയ്ക്ക് കാണും. തകഴിയുമായി ഒരു തരത്തിലും സാമ്യമുള്ള ആളല്ല ബഷീർ. പക്ഷേ ബഷീർ കൈകാര്യം ചെയ്ത സാഹിത്യത്തിൻ്റെ ഒരു വേറെ ഒരു അപരലോകം ആലോചിച്ച് നോക്കും. പൊതുവേ നമ്മുടെ സാഹിത്യത്തിൽ കടന്നു വരാത്ത എന്തൊക്കെ കഥാപാത്രങ്ങളാണ് കയറി വന്നത്. മുച്ചീട്ട് കളിക്കാരൻ വരുന്നു, വേശ്യ വരുന്നു,
ശബ്ദങ്ങൾ ആലോചിച്ച് നോക്കൂ, വേശ്യയുടെ മാതൃത്വം അതൊന്നും മലയാള സാഹിത്യം അന്ന് വരെ കാണാത്ത, അത് ആ കാലമാണ്. ആ കാലമല്ല എം ടിയുടെ കാലം. അത് ആധുനികതയുടെ ഒരു കൺവർജൻസ് പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്ന് എം ടിയുടെ മുന്നിലുള്ള ലോകത്തോട് എം ടി കാണുന്ന ആ ഒരു ക്ലാസ്സിൽ, ആ വർഗപരമായ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നോക്കി. അദ്ദേഹത്തിന് എഴുതാനാവുന്ന അത്തരത്തിലുള്ള എഴുത്ത് മാത്രം, വളരെ സത്യസന്ധമായിട്ടാണ് എം ടിയുടെ സാഹിത്യത്തെ ആ നിലയ്ക്ക് നമ്മൾ കാണേണ്ടത്. നിന്റെ ഓർമ്മയ്ക്ക് പോലുള്ള കുട്ടിക്കാലത്തെ മുൻനിർത്തിയിട്ടുള്ള കഥകൾ നോക്കൂ. അവിടെ നിങ്ങളുടെ ചെറുകഥകളുടെ ഒരു പരിണാമം നോക്കൂ. ഒരു കഥ ഞാൻ പറയാം. എം ടി കഥകളുടെ ഒരു അവസാന ഘട്ടത്തിലെ കഥയാണ് ഷെർലക്ക്. ഷെർലക്ക് എന്നുള്ള കഥ ഇന്നും ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയുക, മലയാള ചെറുകഥയുടെ ഒരു ഹിസ്റ്ററിയിലെ തന്നെ നമ്മൾ എടുത്തു വെക്കുന്നൊരു കഥയായിട്ടാണ് അവസാന കാലത്തെ കഥ, ഷെർലക്ക് എന്നുള്ള കഥ നിൽക്കുന്നത്. അമേരിക്കയിൽ പോയി നിൽക്കുന്ന ഒരു പൂച്ച, ഷെർലക്ക് എന്ന് പറയുന്ന പൂച്ച, നിരന്തരമായ സർവീലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയെ മുൻനിർത്തിക്കൊണ്ട് എഴുതുന്നൊരു കഥയുണ്ട്. അതുവരെയുള്ള എം ടിയുടെ സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എം ടി എഴുതിയിരിക്കുന്ന അത്ര കൃത്യമായ അയാളുടെ മുന്നോട്ടുള്ള നോട്ടത്തെ മുൻനിർത്തിയിട്ടാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ലോക സാഹിത്യ പരിണാമത്തെ ഏറ്റവും ഗംഭീരമായി ഇങ്ങനെ പിന്തുടർന്ന ഒരാൾ, കേസരി ആ കാലത്ത് അദ്ദേഹത്തിന് കഴിയുന്നത് പോലെ പിന്തുടർന്നിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ കരുതുന്നത് ലോക സാഹിത്യത്തെ അതുപോലെ പിന്തുടർന്ന ഒരാളാണ് എം ടി. ഗാർസിയ ഗബ്രിയേൽ മാർക്കേസിനെ പറ്റി ഇപ്പം മലയാളി സാഹിത്യകാരനാണല്ലോ മാർക്കേസ്. അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിലല്ലല്ലോ, ഇവിടെ കേരളത്തിലെവിടെയുള്ള ഒരാളാണല്ലോ. മാർക്കേസിനെ പറ്റി ഇവിടെയുള്ള ഒരാളും കേൾക്കുന്നതിന് മുമ്പ് അദ്ദേഹം 100 Years of Solitude പറ്റി എഴുതുന്നുണ്ട് മാതൃഭൂമിയിൽ. മാർക്കേസ് എന്ന് പറയുന്ന ആളെ ഇവിടെ ആർക്കും അറിയില്ല ആ കാലത്ത്. ഞാൻ പറയുന്നത് അങ്ങനെ അപാരമായ വായനക്കാരനെന്ന് അദ്ദേഹത്തിനോട് പറയുന്ന ഒരു അതിശയോക്തിയൊന്നുമല്ല, അത്ര ഗംഭീര വായനക്കാരൻ. പക്ഷേ ഈ സാഹിത്യത്തിലെ മുഴുവൻ മാറ്റങ്ങളും അതേപോലെ വെച്ചിട്ട് ഞാൻ ഇനി കഥ എഴുതാം, അങ്ങനെ ഒരു പുതിയ മാതൃക വന്നിട്ടുണ്ട്. ഓർഹാൻ പാമുക്കിനെയൊക്കെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വായിച്ചതിൻ്റെ ലേഖനങ്ങളുണ്ട്. പാമുക്ക് നടത്തിയിരിക്കുന്ന ഭയങ്കരമായ വിച്ഛേദങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മൈ നെയിം ഈസ് റെഡിലൊക്കെ കാണുന്നത്, അതൊക്കെ ആദ്യമേ അദ്ദേഹം വായിക്കുന്നു. അന്ന് ഇവിടെ ആരും അത് വായിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ ആ വഴിക്ക് പിടിക്കാം. അത് എം ടി അല്ല. അത് എം ടി ഉണ്ടാക്കി വെച്ച ഒരു മാതൃകയുണ്ട്. ആ എം ടിയുടെ മാതൃക എന്ന് പറയുന്നത് എം ടി കണ്ടിരിക്കുന്ന ജീവിതമാണ്. അതിലൂടെയാണ് എം ടി സാഹിത്യം എഴുതുന്നത്. അതുകൊണ്ട് നമുക്ക് അകഴിയെ എം ടിയെ ആ രീതിയിൽ നമ്മൾ വിലയിരുത്തുന്നതിൽ വലിയ ലോജിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.